بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സൂറത്ത് മറിയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചു. ആയത്ത് 2 ആയത്ത് എടുത്തു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كافها يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا മൂന്നായത്ത് കഴിഞ്ഞ ആശ്രത്തതാണ്. കാഫ് ഹായ അഈൻ സ്വാദ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചു. ഇത്തരം കേവലാക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ യുക്തി പറഞ്ഞു. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, നിന്റെ റബ്ബ് തന്റെ അടിമയായ സക്കരിയാക്ക് ചെയ്തു കൊടുത്ത റഹ്മത്ത് കാരുണ്യം ഓർക്കുക. ഇത് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, അദ്ദേഹം തന്റെ റബ്ബിനോട് സ്വകാര്യമായി വിളിച്ചു തേടിയ പ്രാർത്ഥിച്ച ആ സന്ദർഭത്തിൽ റബ്ബ് ചെയ്തു കൊടുത്ത റഹ്മത്ത് ഓർക്കുക, ഓർമ്മിപ്പിക്കലാകുന്നു ഇത്. ഇനി സക്കറിയ നബിയുടെ പ്രാർത്ഥനയാണ് ഇനിയുള്ള 2-3 വചനങ്ങൾ. അതാണ് ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബാ. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ, റബ്ബേ, ഇന്നി വഹനൽ അൽമു മിന്നി, ഇന്നി തീർച്ചയായും ഞാൻ, വഹന ദുർബലമായിരിക്കുന്നു, വഹന ദുർബലമായി, അൽ അൽമു വഹനൽ അൽമു മിന്നി, എന്റെ എല്ലുകളൊക്കെ ദുർബലമായിരിക്കുന്നു റബ്ബേ. വഹന, വഹ്ന് ക്ലേശകരമാവുക, പ്രയാസമാവുക, ശേഷിയില്ലാതാവുക എന്നൊക്കെ അർത്ഥമുണ്ട് വഹന എന്ന വാക്കിന്. അതല്ല, ഒറ്റ വാക്ക്. വഹന യഹിനു, വഹൻ, വഹ്നൻ അലാ വഹനോ, പ്രയാസത്തിനുമേൽ പ്രയാസം. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ആ വാക്ക് തന്നെയാണ് ഇത്. വഹനൽ അൽമു മിന്നി, അൽമ് എല്ല്, അൽമ് എല്ല്, ബഹുവചനം ഇളാം, അൽമുൻ ജംഅ് ഇളാമുൻ. വഹന പ്രയാസമായി അല്ലെങ്കിൽ ദുർബലമായി. അൽമുൻ എല്ല്, എന്താ കാണാം?
അൽമുൻ എല്ല്. അതേ ബഹുവചനം ജംഇ ഇളാം. മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. സുദയാസിൽ ഉപയോഗിച്ച പദമാണ്. വഹനൽ അൽമു, എന്റെ എല്ലൊക്കെ ഇതാ ദുർബലമായിരിക്കുന്നു, ബലമില്ലാതായി മാറിയിരിക്കുന്നു. വസ്തഅല റഅസു ശൈബാ. വസ്തഅല റഅസു, ഇസ്തഅല നേരെ വാക്കർത്ഥം ജ്വലിച്ചു എന്നാണ്. ഇസ്തഅല ജ്വലിച്ചു, തിളങ്ങി. വസ്തഅല റഅസു തല ജ്വലിക്കുന്നു. ശൈബൻ നരയാൽ. ശൈബ് നര. ഇസ്തഅല ജ്വലിച്ചു, തിളങ്ങി. തീയിലൊക്കെ തിളക്കത്താശൊക്കെ ഉപയോഗിക്കാം. തീ കത്തുമുണ്ടാകണ ആ ജ്വാല, അതിന്റെ ആ ഒരു വെളിച്ചം, അതാ ശരിക്ക് ശുഅലത്ത്. ശുഅലത്തുമിനാർ, തീജ്വാലൊക്കെ പറയും. റഅസ് തല, അല്ലല്ലോ റഅസ്. ബഹുവചനം റഊസ്. റഅസുൻ ജംഇ റഊസുൻ. റഅസുൻ ജംഇ റഊസ്, തലകൾ. റഅസുൻ ജംഇ റഊസ്, തല. ശൈബ് നര. ശൈബുൻ നര. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ശൈബ എന്ന് പറഞ്ഞത് നരച്ചു പറ്റ തന്തായി ഗുണർത്ഥം. അദ്ദേഹം പറഞ്ഞു, റബ്ബേ എന്റെ എല്ലൊക്കെ ബലമില്ലാതായിട്ടുണ്ട്. തലയൊക്കെ നരച്ച് തിളങ്ങുകയും ചെയ്തിരിക്കുന്നു റബ്ബേ. അതായത് പ്രായമായി ആരോഗ്യമൊക്കെ കുറഞ്ഞു എന്നതിലേക്കുള്ള പ്രയോഗമാണിത്. ദുആയുടെ ഒരു ശൈലിയാണ് ഇത്. തന്റെ പ്രയാസങ്ങൾ എടുത്തു പറയുക. ദുആ മാത്രമല്ല, ഇത് ചോദ്യം. ഒരാൾ ചോദിക്കുമ്പോ 6 രൂപത്തിൽ ചോദിക്കലുണ്ട്. അതിൽപ്പെട്ട ചോദ്യം ഒരു ശൈലിയാണ് ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ എടുത്തു പറയാം. അപ്പൊ അതെന്ത് ചെയ്യും? മറ്റവർക്ക് മനസ്സലിയാൻ കാരണമായി മാറും. നമ്മൾ പരിചയക്കേണ്ട യാചകന്മാര് വന്നാൽ ഒരു കുറെ എടുങ്ങാണ്ട് പറയും, ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പെടുക. അപ്പൊ കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനു ചെയ്തു കൊടുക്കണം എന്ന് നമ്മുടെ മനസ്സ് അറിയാതെ കൊണ്ട് അതിലേക്ക് പാകപ്പെട്ടു വരും. ഇദ്ഹാറുൽ ദുഅഫ് എന്ന് പറയും. ഇദ്ഹാറുൽ ദുഅഫ്, തന്റെ ദുർബലത പ്രകടിപ്പിക്കുക. അത് ഒരു ചോദ്യത്തിന്റെ ശൈലി. ചോദ്യം പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല, കാര്യം ചോദിക്കണമെന്നില്ല, തന്നെ എല്ലാ എടുങ്ങാറും പറഞ്ഞു, സഹായിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഈ എടുങ്ങാറ് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും മറ്റവന്റെ മനസ്സ് അലിയും. ഇപ്പൊ ചോദ്യത്തിന്റെ ഒരു ശൈലിയാണ് ഇദ്ഹാറുൽ ദുഅഫ്. അതേപോലെ ഞാൻ ഒന്നുമല്ല എന്ന് സമ്മതിക്കൽ, അപ്പുറത്തുള്ളവൻ അവനാണ് എല്ലാം എന്നെടുത്തു പറയൽ, അതൊക്കെ ചോദ്യത്തിന്റെ ശൈലികളാണ്. നിങ്ങൾ വിചാരിച്ചപ്പോ അതൊക്കെ ഒരു വലിയ പ്രശ്നമാണോ? നിങ്ങൾ മനസ്സ് മതി. അപ്പൊ അതിനെന്തായി? സഹായിക്കാനുള്ള ഇത് വരും. എനിക്കിപ്പോ നിങ്ങളൊക്കെ പിന്നെ ആരുള്ളത്? അതൊക്കെ അതിന്റെ ഒരു ശൈലികൾ തന്നെയാണ്. മൂസാ നബിയുടെ പ്രാർത്ഥന കാണാം, ഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കുന്ന ഏത് ഖൈറിനും ഞാനിപ്പോൾ ആവശ്യക്കാരനാണ് റബ്ബേ. ഫഖീർ, ആവശ്യക്കാരൻ. അപ്പൊ ഖൈറ് വേണം എന്ന് പറഞ്ഞിട്ടില്ല, നീ ഇറക്കുന്ന എല്ലാ ഖൈറിനും ഞാൻ ആവശ്യക്കാരനാണ്. അതൊരു ശൈലിയാണ്. നയിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മഗ്ഫിർലി, അതായത് പുറത്തുതാ, കാരുണ്യം കാണിക്കണേ, രോഗം ശിഫയാക്കണേ, അത് മറ്റൊരു ശൈലിയാണ്. ഇവിടെ തന്റെ പ്രയാസങ്ങൾ, ദൗർബല്യങ്ങൾ എടുത്തു പറയുക എന്നാണ് ഈ വചനത്തിലെ സ്വീകരിച്ച ശൈലി. അല്ല, ഇപ്പൊ ഇതൊക്കെ അല്ലാഹ്ക്ക് അറിയാലോ, ഇതൊക്കെ അല്ലാഹ്ക്ക് അറിയാം. എന്നാലും തന്റെ ബുദ്ധിമുട്ട്, എടുങ്ങാറുകൾ പ്രകടിപ്പിക്കുക. അതാണ് ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്നി,
തീർച്ചയായും ഞാൻ വഹനൽ അൽമു മിന്നി, എന്റെ എല്ല് ബലം കെട്ടിരിക്കുന്നു റബ്ബേ, ദുർബലമായിരിക്കുന്നു റബ്ബേ. തലയില തിളങ്ങുന്നു, തിളങ്ങിയിരിക്കുന്നു. ഷൈബൻ, നരയാൽ തിളങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തല ആകെ നരച്ച് അതൊക്കെ വെള്ളയായിട്ടുണ്ട്. തല തിളങ്ങൂലല്ലോ, പക്ഷെ അതൊരു പ്രയോഗമാണ്. ഒന്നാകെ നരച്ചിട്ട് മുടിയൊക്കെ വെള്ളമായി ആകെ പ്രകാശിക്കുന്ന രൂപത്തിലേക്ക്, തിളങ്ങുന്ന അവസ്ഥയിലേക്ക് തലയൊക്കെ മാറിയിരിക്കുന്നു റബ്ബേ. അത്രയും ഞാൻ പ്രായമായിട്ടുണ്ട് അർത്ഥം. പ്രായമായി, പിന്നെ കഷ്ടപ്പാടായ, ആരോഗ്യം നഷ്ടപ്പെട്ടു, തലക്ക് നരച്ച് അങ്ങേറ്റം പ്രായമായിട്ടുണ്ട്. എന്നാലും സന്താനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്ന് 80 വയസ്സ് 85 വയസ്സൊക്കെ പ്രായമുണ്ട് എന്നാണ് തഫ്സീറിൽ കാണുന്നത്. നമുക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ 80 വയസ്സ് പ്രായം, 86 വയസ്സ് പ്രായം എന്നൊക്കെ തഫ്സീറുകൾ, ചർച്ചകൾ കാണുന്നു. അപ്പൊ ആ പ്രായത്തിലാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്. അന്നും അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ, വലം അകുൻ, ഞാൻ ആയിട്ടില്ല. വലം അകുൻ, ഞാൻ ആയിട്ടില്ല. അകുൻ കാന യകൂനു, കാന ആയി, യകൂനു ആകും, അകൂനു ഞാനാകും. വലം അകുൻ, ഞാൻ ആയിട്ടില്ല. കാന യകൂനു, കാന ആയി, അറിയാലോ, യകൂനു. അതിൽ നിന്ന് പിന്നെ അകൂനു എന്ന വാക്കുണ്ടാവും. യകൂനു എന്നതിൽ നിന്ന് അകൂനു, ഞാനാവുക. കാന ആയി, യകൂനു ആകും, അകൂനു ഞാനാകും. ഇവിടെ ലം എന്ന് വന്നു, അതിന് മുമ്പ് ലമ്മ് വന്നു. ലമ്മ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സുക്കൂൻ ചെയ്യണം അവസാനത്തിന്. അപ്പൊ ഈ ലമ്മ് പോയിട്ട് ഇവിടെ സുക്കൂനാകും. ഇവിടെ സുക്കൂനാകുമ്പോ പ്രശ്നം, ഈ വാവിന് സുക്കൂനാണ്. ഫത്ഹോ കസ്റോ ലമ്മ ഇല്ല. ഫത്ഹോ കസ്റോ ലമ്മ ഇല്ല അർത്ഥം സുക്കൂൻ. അപ്പൊ ഇവിടെ സുക്കൂനായി, ഇവിടെ സുക്കൂനായി. അപ്പൊ ഉച്ചരിക്കാൻ പ്രയാസമാണ്. അറബി ഭാഷ നിയമപ്രകാരം 2 സുക്കൂൻ ഒന്നിച്ച് വരികയില്ല. അടുപ്പിച്ച് 2 സുക്കൂൻ എവിടെയും വരൂല. എന്ന് പറയും. 2 സുക്കൂനുകൾ ഒന്നിച്ച് വരിക ഉണ്ടാവൂല. അങ്ങനെ വന്നാൽ രണ്ടാൽ ഒന്നിനെ കളയണം. അപ്പൊ ഒന്നുകിൽ നൂനെ കളയണം, അല്ലെങ്കിൽ വാവിനെ കളയണം. അവിടെ വാവാണ് ദുർബലമായ അക്ഷരം. അപ്പൊ വാവിനെ കളഞ്ഞു. അപ്പൊ എന്തായി? അക്കുൻ, ലം അക്കുൻ. അതാണ് നമ്മുടെ ആയത്തുള്ള വാക്ക്, ലം അക്കുൻ. ഞാൻ അതിൽ തന്നെ വേണമെങ്കിൽ നൂനിനെയും കളഞ്ഞുകൊണ്ട് അറബികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നൂനിനെയും കളയാം, ലം അക്കു അങ്ങനെ ഉപയോഗിക്കാം. ലം അക്കു എന്ന് ഉപയോഗിക്കാം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. സൂറത്തുൽ ഖുർആനിൽ യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു, അവിടെ ഇൻ തകു അതാണ് ഈ വാക്കാണ്. ഇൻ തകൂൻ എന്നാണ്. ഒക്കെ ഉപയോഗിക്കാം. അത് ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഈ അവസാനം ജസ്മ് ചെയ്ത് വരുമ്പോൾ അവിടെ വാവിനെയും നൂനെയും കളഞ്ഞുകൊണ്ട് സൗകര്യാർത്ഥം ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പൊ ലം അക്കു എന്ന് ഉപയോഗിക്കാം, ലം അക്കുൻ എന്ന് ഉപയോഗിക്കാം. പക്ഷെ ഈ ആയത്തിൽ ലം അക്കുൻ എന്നാണ്. അവിടെ നമ്മൾ കളയാൻ പറ്റില്ല. ഖുർആനിൽ വന്നിട്ട് എങ്ങനെയാണുള്ളത് അങ്ങനെ ഓതണം. ഭാഷാപ്രകാരം ലം അക്കു എന്നും ലം അക്കുൻ എന്നും പറയാം. പിന്നെ ഇവിടുത്തെ ഇതിൽ തന്നെ വരുന്നുണ്ട് 20-ാമത്തെ ആയത്ത്. വലം അക്കു ബഗിയ, കണ്ടോ? قالت أن يكون لي غلام ولم يمسسني بشر ولم أكو بغيا. അപ്പുറത്തെ പേജിൽ 20-ാമത്തെ ആയത്തിൽ വലം അക്കു ബഗിയ, ഞാൻ ബഗിയല്ല. ലം അക്കു, അവിടെ നൂനില്ല, അക്കുന്നില്ല. പക്ഷെ ഇതേ വാക്കാണ്. അപ്പൊ ഇവിടെ വലം അക്കുൻ എന്ന് വന്നു, അപ്പുറത്ത് വലം അക്കു എന്നും വന്നു. ആ അക്കുനസ്ലും കാന യകൂനാണ്. കാന യകൂനു അകൂനു. അത് നൂനും പോയി വാവും പോയി. അപ്പൊ പിന്നെ അക്കു എന്നായി മാറി. അപ്പൊ അക്കു ഞാനാകും എന്നർത്ഥം. ലം അക്കു ഞാനല്ല, ഞാൻ ആയിട്ടില്ല.
വലം അകുൻ ഞാനായിട്ടില്ല ബിദുആഇക നിന്നോടുള്ള ദുആ കാരണം നിന്നോട് പ്രാർത്ഥിച്ചത് കാരണം ഞാനായിട്ടില്ല വലം അകുൻ ബിദുആഇക അവിടെ പിന്നെ നൂനിന്റെ മേലെ ചെറിയ മീം ഉണ്ടാവും അല്ലേ വലം അകുൻ എന്ന നൂനിന്റെ മുകളിൽ വാള് താത്തിയിട്ട് മീം ഉണ്ടാവും അത് ഓതുമ്പോൾ ഈ നൂനിനെ മീമാക്കി മാറ്റി മണിച്ചോദണം വലം അകുൻബി എന്നല്ല ഓത വലം അകുംബി അകുംബി അകുൻ എന്ന നൂന് മീമായി മാറും അകും എന്നിട്ട് അതിനെ മണിക്കണം വലം അകുംബി ദുആഇക വലം അകുംബി ദുആഇക അകുംബി അതിനാണ് ഒരു മീം അവിടെ കൊടുത്തിട്ടുള്ളത് വലം അകുൻ ഞാൻ ആയിട്ടില്ല ബിദുആഇക നിന്നോടുള്ള ദുആ കൊണ്ട് റബ്ബേ ഞാൻ ആയിട്ടില്ല റബ്ബി എന്റെ റബ്ബേ ശഖിയ പരാജിതൻ ആയിട്ടില്ല ശഖിയ പരാജയപ്പെട്ടവൻ ഭാഗ്യം കെട്ടവൻ എന്നൊക്കെ നമ്മൾ ശഖിയ പരാജയപ്പെട്ടവൻ ശഖിയുൻ സഈദ് എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ശഖിയ ശഖിയുൻ പരാജിതൻ ശഖി പരാജയപ്പെട്ടവൻ വലം അകുൻ ഞാൻ ആയിട്ടില്ല ബിദുആഇക നിന്നോടുള്ള പ്രാർത്ഥനയാൽ റബ്ബി എന്റെ റബ്ബേ ശഖിയ ഞാൻ പരാജയപ്പെട്ടവൻ ആയിട്ടില്ല റബ്ബിന് റബ്ബി എന്നാണ് റബ്ബി പിന്നെ വിളിക്കതാണ് റബ്ബി എന്നായി മാറിയത് അപ്പൊ റബ്ബേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടവനായിട്ടില്ല റബ്ബേ എല്ലൊക്കെ ബലമില്ലാതായി തലയൊക്കെ നരച്ച് തിളങ്ങാൻ തുടങ്ങി എന്നാലും റബ്ബേ നിന്നോട് ദുആഴ്ന്നിട്ട് എനിക്ക് പരാജയം ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു യക്കീനാണ് 80-85 വയസ്സ് വരെ കുട്ടികളില്ല അത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും സന്താനം ഉണ്ടായിട്ടില്ല എന്നിട്ടും അദ്ദേഹം പറഞ്ഞെന്താണ് എന്നോട് പ്രാർത്ഥിച്ച് ഞാൻ പരാജയപ്പെട്ടില്ല എന്നാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു കുറച്ചു കാലമൊക്കെ കാത്തിക്കും ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ ആയി കുട്ടികളുണ്ടെങ്കിൽ ഇനിയിപ്പോ ഏതായാലും ഉണ്ടാവില്ല അത് ഒഴിവാക്കി ദുആ അടക്കം ഒഴിവാക്കും ഇത് 85 വയസ്സിലും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു മാത്രമല്ല റബ്ബേ എന്നോട് ദുആഴ്ന്നിട്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല അപ്പൊ ലാഭമേ ഉള്ളൂ ഇനി കുട്ടി ഉണ്ടായിരിക്കാം എന്നാ പരാജയമാണോ അല്ലല്ലോ സക്കറിയ നബിക്ക് ആ പ്രായത്തിലും കുട്ടിയെ കൊടുത്തില്ലെങ്കിലും ദുആ ചെയ്തിട്ട് പരാജയം ഉണ്ടാവില്ല അതുകൊണ്ട് വേറെ കുറെ ലാഭം ഉണ്ടാവും ചിലപ്പോ കുട്ടിയെ തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല അത് തരാതിരിക്കുന്നത് വേറെ ഖൈറുണ്ടാവും അത് റബ്ബിനെ അറിയുള്ളൂ നമുക്ക് കുട്ടി ഉണ്ടായാലാണോ ഖൈറ് ഇല്ലാതൊക്കെയാണോ ഖൈറ് അതൊക്കെ അറിയുള്ളൂ അപ്പൊ നമ്മുടെ കണക്കിൽ നമുക്ക് കുട്ടി ഉണ്ടാവില്ല ഖൈറായിരിക്കും അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കും പക്ഷെ അല്ലാഹ്ക്ക് അറിയാം നമുക്ക് കുട്ടി ഉണ്ടാവില്ല ഖൈറല്ല അതുകൊണ്ട് റബ്ബ് ഒരു പക്ഷെ തരൂല അപ്പൊ കുട്ടിയെ തരണേന്ന് എത്ര പ്രാർത്ഥിച്ചാലും അല്ലാഹു തആല നൽകുക ഇല്ല അപ്പൊ അതും എന്തായാലും ഖൈറാണ് അത് പരാജയമൊന്നുമില്ല അങ്ങനെ ആകുമ്പോഴും അതിൽ വേറെ കുറെ ഖൈറുണ്ട് എന്ന് വിചാരിച്ച് സമാധാനിക്കാൻ ഒന്നുമില്ല നാളെ പരലോകത്ത് ഈ ദുആഇന് കൂടിയിട്ടുവല്ലോ പ്രാർത്ഥിച്ചതിന് കൂലി കിട്ടും പരലോകത്ത് അപ്പൊ ആ നിൽക്കും അത് ലാഭമാണ് ആ തിരിച്ചറിവാണ് റബ്ബേ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ ഈ പ്രായത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ തന്നെ ഈ തിരിച്ചറിവ് ഉണ്ടാകണം അല്ലെങ്കിൽ ഇപ്പൊ 80 വയസ്സായ ഒരാള് കുട്ടികളെ മക്കളൊന്നും ഇല്ല നമ്മൾ പറയാ സാറേ ഞങ്ങൾ പ്രാർത്ഥിക്കി എന്ന് പറയും ഇനിയിപ്പോ എന്താ പ്രാർത്ഥിക്കാറ് വയസ്സ് 80 ഇനിയിപ്പോ വയസ്സിട്ട് എന്താ കാര്യം എന്നാണല്ലോ സാധാരണഗതി മനുഷ്യന്മാർ ചോദിക്കാം അപ്പൊ അതല്ല ഏതു പ്രായമായിക്കോട്ടെ അന്നൊക്കെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം അസുഖം വന്നു കുറേ കാലം ചികിത്സിച്ചു എല്ലാവരും ദുആ ചെയ്തു അവസാനം എല്ലാവരും വിധി എഴുതി ഇത് മാറൂല ഇനി മാറൂല സംഭവിക്കാൻ പോണില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചു എന്നാലും ദുആ നിർത്തണോ വേണ്ട ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം അവനതിന് ഒന്നുമില്ലെങ്കിൽ ആ ദുആക്ക് അവന് കൂലി കിട്ടും ആ കൂലി വെച്ചവന് പരലോകത്ത് വലിയ നേട്ടമുണ്ടാകും പിന്നെ ചിലപ്പോ അല്ലാഹു തആല വേറെ ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കാം അവന് കുട്ടിയെ കൊടുക്കാത്തതും ശിഫ നൽകാത്തതും ഒക്കെ രോഗം ശിഫയാക്കണേന്ന് പ്രാർത്ഥിച്ചു രോഗം ശിഫയാകണില്ല അല്ലാഹു തആല ആ രോഗത്തിലൂടെ അവന് വേറെ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും
ചിലപ്പോൾ രോഗിയായി അവനവിടെ വീട്ടിൽ കിടക്കണം. പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ അവൻ്റെ ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അന്ന് തീരുമാനിക്കുമ്പോൾ പുറത്ത് പോകണ്ട, അവിടെ അകത്ത് കിടന്നോട്ടെ. പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ഫിത്നയിൽ പോയി ചാടും, അവിടെ ഈമാൻ തെറ്റും, സ്വർഗം നഷ്ടപ്പെടും. അപ്പൊ റബ്ബ് തീരുമാനിക്കും അവിടെ സ്വർഗം കിട്ടണം. അവിടെ പുറത്തിറങ്ങിയാൽ പ്രശ്നമാണ്. ആരോഗ്യം കൊടുത്താലോ പുറത്തിറങ്ങും ചെയ്യും. അപ്പൊ അള്ളാഹ് രോഗിയാക്കി അവിടെ പരിയോടെ കിടത്തിയപ്പോ 19, 20, 30, 40 കൊല്ലം പരിയോടെ കിടക്കും. അപ്പൊ എന്താ റബ്ബിനെ ഇടങ്ങാറാക്കണ് എന്നല്ല ആലോചിക്കേണ്ടത്. ഒരുപക്ഷെ അവന് സ്വർഗം കൊടുക്കാൻ വേണ്ടി റബ്ബ് ചെയ്തൊരു പണിയായിരിക്കാം. ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ കണക്കിൽ ഒരാൾ സ്വർഗാവകാശിയാണ്, എന്നാൽ അമല് കൊണ്ട് ഒരിക്കലും അവൻ അതിനിട്ട് അർഹനാകുന്നുമില്ല. എങ്കിൽ അവന്റെ സമ്പത്തിലോ മക്കളിലോ ശരീരത്തിലോ അള്ളാഹു അവനെ പരീക്ഷിക്കും. എന്നിട്ട് അതിനെ ക്ഷമിക്കാനുള്ള ശേഷം അള്ളാഹു തആല നൽകും. ആ ക്ഷമക്ക് അള്ളാഹുവിന് കൂലി കൊടുക്കും. ആ കൂലി വെക്കുമ്പോ നന്മയുടെ തുലാസ് ഭാരം കൂടും. അങ്ങനെ അവൻ സ്വർഗാവകാശിയായി മാറും. ചിലപ്പോൾ അതിനായിരിക്കാം ഒരു ബുദ്ധിമുട്ടുന്നത്. മക്കളെ കൊണ്ട് പരീക്ഷണം, ശരീരത്തിൽ ആരോഗ്യത്തിന് പരീക്ഷണം, സമ്പത്തിന്റെ കാര്യത്തിൽ പരീക്ഷണം. അപ്പൊ അതൊക്കെ നമുക്ക് പക്ഷെ സ്വർഗം തരാൻ വേണ്ടി അള്ളാഹ് ചെയ്ത പണിയായിരിക്കാം. എന്താ റബ്ബ് ഇങ്ങനെ, എന്താ എന്നെ ഇടങ്ങാറാക്കുന്നത് എന്നല്ല ചിന്തിക്കേണ്ടത്. ഒരു പക്ഷെ അത് ഖൈറായിരിക്കാം. അയ്യൂബ് നബിക്കാണ് രോഗം ഉണ്ടായത്. 14 കൊല്ലം രോഗിയായിനാണ്. അയ്യൂബ് നബി ഇസ്ലാമിന് 14 കൊല്ലമാണ് രോഗം ഉണ്ടായത്. ആ സമയത്തും ജിബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്, വഹി കൊടുക്കുന്നുണ്ട്. ഒരു നബിയാണല്ലോ, ഒരു നബിയാണ്. വഹിയടക്കം ആ സമയത്ത് ലഭിക്കുന്നുണ്ട്, ജിബ്രീൽ വരുന്നുണ്ട്. പക്ഷേ ഒരു പരാതിയുടെ വാക്കെങ്കിലും ജിബ്രീലിനോട് ഒന്ന് റബ്ബിനോട് ചോദിച്ചു നോക്ക്, എന്താണിപ്പോ എന്റെ കാര്യത്തിൽ കണ്ടത് എന്നൊരു പരാതി പോലും തഫ്സീറിൽ കാണാം. ആവലാതിയുടെ ഒരു പദപ്രയോഗം പോലും അയ്യൂബിന്റെ മനസ്സിൽ നിന്ന് നാവിലൂടെ വന്നിട്ടില്ല എന്നാണ്. ജിബ്രീൽ വരുന്നു, വഹി കിട്ടുന്നു. ആ നിലക്ക് റബ്ബുമായൊരു ബന്ധമുണ്ട്. ആ സമയത്തും രോഗിയായി കഴിയുമ്പോൾ 14 കൊല്ലം രോഗിയായി കിടന്നിട്ടും എന്താ അള്ളാഹ് എന്നെ എങ്ങനെ എടുക്കാറാക്കണത് എന്ന് തോന്നൽ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് തഫ്സീറുകളിൽ പറയപ്പെടുന്നത്. അവസാനം നാവിനും കൂടി ശേഷി കുറഞ്ഞപ്പോഴാണ് എന്നാണ് പൊതുവെ തഫ്സീർ പറഞ്ഞത്. ശരീരത്തിലെ എല്ലാ ഭാഗവും പിന്നെ തളർന്നപ്പോഴും നാവ് പ്രശ്നമുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം ദുആകളുമായി കൂടിയിരുന്നു. നാവിനും കൂടി ശേഷി കുറഞ്ഞപ്പോ ദിക്ർ മുടങ്ങണ അവസ്ഥ വന്നതാണ്. അപ്പോഴാണ് റബ്ബേ ശൈത്താൻ എന്നെ പിടികൂടിയിരിക്കുന്നു, അന്നീ മസനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്, പിശാച് എന്നെ ഇതാ പിടികൂടിയിരിക്കുന്നു. അത് ദിക്ർ മുടങ്ങണം, നാവോട് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ. അതാണ് അപ്പോഴും പറഞ്ഞതാണ്. അല്ലാതെ അന്നും പാറിയടക്കാരെ പറ്റി അവലാതിപ്പെട്ടിട്ടില്ല എന്നാണ് തഫ്സീറിൽ പൊതുവെ കാണുന്ന അഭിപ്രായം. അല്ലാഹു അഅലം. നബിയുടെയും മനസ്സതാണ്, റബ്ബേ എന്റെ എല്ലൊക്കെ ബലമില്ലാതായി, തലയൊക്കെ തലച്ച് തിളങ്ങി, പക്ഷേ എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും പരാജിതനായിട്ടില്ല, എനിക്കതോടൊരു നഷ്ടം ഒരു കുറവും ഉണ്ടായിട്ടില്ല റബ്ബേ എന്ന് അള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹുവിലുള്ള ആ ഉറച്ച വിശ്വാസം അദ്ദേഹം അവിടെ അപ്പോഴും പ്രഖ്യാപിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തോന്നണ്ടേ? بسم الله الرحمن الرحيم. كاف ها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك ربي شقيا سبحانك اللهم